കഴിഞ്ഞ 8-10 വർഷത്തിനിടയ്ക്ക് IT ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കപ്പെട്ട ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. എന്നാൽ പൈത്തൺ ഒരു പുതിയ ലാംഗ്വേജ് ഒന്നുമല്ല. 80കളുടെ അവസാനത്തിൽ 90കളുടെ തുടക്കത്തിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ട വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് പൈത്തൺ ഇത്രയും ഡിമാൻഡ് ഉള്ളത്? അല്ലെങ്കിൽ ഈ വർഷങ്ങളിലൊക്കെ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പഠിച്ചാൽ ഫ്രഷേഴ്സിന് എന്തെങ്കിലും ജോബ് അവസരങ്ങളോ ഓപ്പർച്യൂണിറ്റീസോ കൂടുതൽ കിട്ടാനുണ്ടോ? പൈത്തൺ എന്തുകൊണ്ട് നിങ്ങൾ 2021 പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഒരു ഫ്രഷർ എന്തുകൊണ്ട് പൈത്തൺ പഠിക്കണം എന്നോട് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി പറയുന്നത് പൈത്തൺ വളരെ സിമ്പിൾ ആയതുകൊണ്ട് എന്നായിരിക്കും. പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് താരതമ്യേന വളരെ ഈസി ടു ലേൺ ആണ്. ഇപ്പോൾ ജാവ അല്ലെങ്കിൽ C പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ പൈത്തൺ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സിൻടാക്സുകളുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്തുമാവട്ടെ, നിങ്ങൾ BTech CSO ITO അല്ലെങ്കിൽ MCO BCO ഒന്നും പഠിച്ച ആൾക്കാർ ആവണമെന്നുമില്ല. നിങ്ങൾ BTech ട്രിപ്പിൾ പഠിച്ചവരാവാം, BTech EC പഠിച്ചവരാവാം, BTech മെക്കാനിക്കൽ പഠിച്ചവരാവാം, BSc ഇലക്ട്രോണിക്സ് പഠിച്ചവരാവാം. ഈ പറയുന്ന കാറ്റഗറിക്ക് എല്ലാവർക്കും വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് പഠിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. അതിന്റെ സിൻടാക്സുകളൊക്കെ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആ പ്രോഗ്രാം എഴുതാൻ സാധിക്കുകയും വളരെ കുറഞ്ഞ കോഡ് ലൈൻസിലൂടെ തന്നെ ഒരു പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പൈത്തൺ പഠിക്കേണ്ടതിന്റെ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ പൈത്തണിന്റെ യൂസ് കേസസ് ആണ്. അതായത് പൈത്തൺ ഉപയോഗിക്കുന്ന മേഖലകളിലെ വ്യത്യസ്തതയാണ്. പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായിരിക്കും സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഫോർ എക്സാമ്പിൾ PHP സാധാരണ ഉപയോഗിക്കാറുള്ളത് വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം ഒരു കേസിൽ വരുമ്പോൾ പൈത്തണിന്റെ ഉപയോഗം വെബ് ഡെവലപ്മെന്റിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പൈത്തൺ വെബ് ഡെവലപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. പൈത്തൺ വെബ് ഡെവലപ്മെന്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രെയിം വർക്കുകൾ പൈത്തണിലുണ്ട്. ലൈക്ക് Django അല്ലെങ്കിൽ ഫ്ലാസ്ക് പോലത്തെ ഫ്രെയിം വർക്കുകൾ പൈത്തണിലുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് വെബ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് നമുക്ക് പൈത്തണിൽ ചെയ്യാൻ പറ്റുന്നത്. വെബ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് പൈത്തണിൽ ചെയ്യുന്നത് പോലെ തന്നെ പൈത്തൺ AI സംബന്ധമായിട്ടുള്ള പ്രൊജക്ടുകളിലും ഡാറ്റാ സയൻസ് മുതലായ പ്രൊജക്ടുകളിലും ഈവൻ ഷെൽ സ്ക്രിപ്റ്റിംഗിൽ സെർവർ സൈഡിലുള്ള ഷെൽ സ്ക്രിപ്റ്റിംഗിൽ വരെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് പൈത്തണിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വെബ് ഡെവലപ്മെന്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്നത്തെ ഏറ്റവും ഒരു ബസ് വേർഡ് ആയിട്ടുള്ള AI അല്ലെങ്കിൽ ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് മുതലായ പ്രൊജക്ടുകളിലും വളരെ സജീവമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഒന്നാണ് പൈത്തൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റീസൺ പൈത്തണിന്റെ അവസരങ്ങളാണ്. 2021-ലും 2020-ലും ഒക്കെയാണെങ്കിലും 2019 ആണെങ്കിലും പൈത്തണിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്തോറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാര്യം പൈത്തൺ ഒരു വെബ് ഡെവലപ്മെന്റ് ആർക്കിടെക്ചറിൽ മാത്രം അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. പൈത്തൺ മറ്റ് പല ഏരിയകളിലും ഡൊമൈൻസിലും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇന്ന് ഓരോ വർഷം ചെല്ലുന്നതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത 5-6 വർഷത്തിനകം എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യുന്നു. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്ന ആൾക്കാരെ നല്ലതുപോലെ ഇൻഡസ്ട്രിയിൽ ആവശ്യം വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ 3 റീസൺസ് ആണ് ആക്ച്വലി പൈത്തൺ എന്തുകൊണ്ട് 2021 പഠിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും ക്വിക്ക് ആയിട്ടുള്ള 3 റീസൺസ്. ഇതല്ലാതെ ധാരാളം റീസൺസ് ഉണ്ട്. ഇതെല്ലാം നോക്കുക. നിങ്ങൾ പൈത്തൺ പഠിക്കാനുള്ള എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. സോ കരിയർ അല്ലെങ്കിൽ IT സംബന്ധമായിട്ടുള്ള എന്ത് സപ്പോർട്ടും നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സും കോൺടാക്ട് നമ്പറും എല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.